Feasibility analysis. This analysis is undertaken to ascertain the desirability of investing funds in the development of idea. അതായത് ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു ഫീസിബിൾ അല്ലേ. ആ അനാലിസിസ് നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ, ആ ഒരു പ്രൊജക്റ്റ് ഐഡിയ എടുക്കുകയാണെങ്കിൽ അവിടെ അനലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രമാത്രം ആ ഇൻവെസ്റ്റിംഗ് ഫണ്ട് ചെയ്യുന്ന സമയത്ത് അത് എത്രമാത്രം ആ ഐഡിയയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള വൈബിലിറ്റി ഉണ്ട്, അത് എത്രമാത്രം സ്വീകാര്യമാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ഐഡിയ ഈ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത്. അവിടെ സ്റ്റഡി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത് മാർക്കറ്റിംഗ്, ടെക്നോളജി, ഫിനാൻഷ്യൽ ഇങ്ങനെയുള്ള പല സപ്പോർട്ടിംഗ് ഫാക്ടേഴ്സിനെ എന്ത് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. ദ പ്രൊജക്റ്റ് ഫീസിബിലിറ്റി അനാലിസിസ് പ്രധാനമായും ഡിസൈഡ് ചെയ്യുന്ന 2 സ്റ്റേജിലൂടെയാണ്. എന്താണ് പ്രീ ഫീസിബിലിറ്റിയും ഫീസിബിലിറ്റിയും. അതായത് പ്രീ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞാൽ ടു കണ്ടക്ട് എ ഡീറ്റെയിൽഡ് സ്റ്റഡി റിഗാർഡിംഗ് ദി പ്രൊജക്റ്റ് ഐഡിയ. Techno-economic study helps arrive at a better decision, but in a closely time and consuming affair. Therefore, before assigning fund for such study, then a preliminary assessment of the project idea must be made. ഇറ്റ് ഈസ് നോൺ ആസ് ഫീസിബിലിറ്റി. ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് പ്രൊജക്റ്റ് ഐഡിയയുടെ. അവിടെ ടെക്നോ എക്കണോമിക് സ്റ്റഡിയാണ് അവിടെ നടത്തുന്നത്. അവിടെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ബെറ്റർ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കോസ്റ്റിനെ കുറിച്ചും ടൈം ഫാക്ടറിനെ കുറിച്ചും ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സ്റ്റഡിയിൽ ഇതൊക്കെ എത്രമാത്രം ഫീസിബിളാണ് അല്ലേ, അത് സ്വയമേ ഒരു പേപ്പർ വർക്ക് ചെയ്ത് നോക്കുന്നു, എത്രമാത്രം ഇത് ഫീസിബിളാണ് എന്നൊന്ന് മുൻകൂട്ടി എന്ത് ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതാണ് പ്രീ ഫീസിബിലിറ്റി. അവിടെ പ്രധാനമായിട്ട് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസുകളെ, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു പ്രോമിസിങ് ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ദാറ്റ് ക്യാൻ ബി ഓൺ ദ ബേസ് ഓഫ് ഇൻഫർമേഷൻ എലാബറേറ്റഡ് ടു പ്രീ ഫീസിബിലിറ്റി. അതായത് ഈ പറഞ്ഞ സ്റ്റഡിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും തമ്മിൽ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നു, അത് തമ്മിൽ പ്രോമിസ് ചെയ്യുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്യുന്നു. ടു ഡിസൈഡ് വെദർ ദ പ്രൊജക്റ്റ് കോൺസെപ്റ്റ് ജസ്റ്റിഫൈ ദ ഡീറ്റെയിൽ അനാലിസിസ് ബൈ. അതായത് അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റ് കോൺസെപ്റ്റും ദെൻ നമ്മുടെ നമ്മുടെ പല ഇൻപുട്ട് ഫാക്ടേഴ്സിനെയും വെച്ച് മുൻകൂട്ടി എന്ത് ചെയ്യുന്നു, നേരത്തെ തന്നെ ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തി നോക്കുന്നു. അതിനുശേഷം ദ പ്രൊജക്റ്റ് ഈസ് എസെൻഷ്യൽ, ഇറ്റ് ഈസ് ഫീസിബിലിറ്റി വെദർ നെസസറി എനി ഡെപ്ത് ഇൻവെസ്റ്റിഗേഷൻ ത്രൂ ഫങ്ഷണൽ ഓർ സപ്പോർട്ട്. അതായത് നമുക്കറിയാം ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് എത്തണമെങ്കിൽ പല സബ്സിഡറി ഫങ്ഷൻസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഫങ്ഷണൽ സപ്പോർട്ടീവ് ആക്ടിവിറ്റികൾ ഇതിനകത്ത് നടക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ചെറിയ പൈലറ്റ് പ്ലാനുകൾ, ലാബറട്ടറി ടെസ്റ്റുകൾ, അങ്ങനെ ചെറിയ ചെറിയ പ്ലാൻ വഴി അത് ലക്ഷ്യം കൈവരിക്കുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യുന്നു, പ്രീ സ്റ്റഡിയിൽ നോക്കുന്നു. അതുപോലെ തന്നെ ഇത് ഇൻഫർമേഷൻ ഈസ് adequate to realize that the project is neither viable proposition or attractive one for a particular investment group of investors. അവിടെ സ്റ്റഡി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എത്രമാത്രം ഇൻഫർമേഷൻസൊക്കെ ആഡിക്കേറ്റ് ആണ്, അതുപോലെ തന്നെ അത് പ്രൊജക്റ്റ് ഡിസിഷൻ, പ്രൊജക്റ്റ് പ്രോഗ്രാമൊക്കെ ബൈബിളാണോ, അല്ലെങ്കിൽ അവിടെ സ്റ്റഡി ചെയ്യുന്നവർ ഇൻഫർമേഷൻ ആഡിക്കേറ്റ് ആണോ, അതുപോലെ തന്നെ ടു അട്രാക്റ്റീവ് ഓൺ for a particular investor or a group of investment. And pre-feasibility study differ from a detailed feasibility and suffer information obtained, even though the pre-feasibility study only a preliminary എന്താണ് പ്രിലിമിനറി ഇവാലുവേഷൻ ആണ് ആൻഡ് ഹാവ് എ ബ്രോഡ് ഡീറ്റെയിൽഡ് സ്റ്റഡി. അതിനുശേഷം മാത്രമേ എന്ത് നടത്താൻ പറ്റത്തുള്ളൂ, വലിയ ഒരു ബെറ്റർ ആയിട്ടുള്ള ബ്രോഡ് സ്റ്റഡി നടത്താൻ പറ്റത്തുള്ളൂ. അതാണ് പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പ്രീ ഫീസിബിലിറ്റി, രണ്ടാമത്തെ ഫീസിബിലിറ്റി സ്റ്റഡിയിൽ. ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനമായും 6 പ്രധാനപ്പെട്ട ആസ്പെക്റ്റുകളാണ്. എക്കണോമിക് ഫാക്ടേഴ്സുകൾ, ദെൻ ടെക്നിക്കൽ, മാനേജറിയൽ, ഓർഗനൈസേഷൻ, കൊമേഴ്സ്യൽ, ഫിനാൻഷ്യൽ, ഇത്രയും ആസ്പെക്ട്സുകളെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നു. അവിടെ അതുപോലെ തന്നെ ദിസ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് വേരിയസ് കൺസിഡറബിളി ഡിപ്പെൻഡിങ് ഓൺ ടൈപ്പ് ആൻഡ് നേച്ചർ ഓഫ് പ്രൊജക്റ്റ്. അതായത് ഏത് പ്രൊജക്റ്റാണ് നമ്മൾ എടുക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന 6 പാരാമീറ്റേഴ്സും മാറി മാറി വരും. Then also the public sector's project more importance given to the wider social benefit, narrow financial profitability. അതായത് നമുക്കറിയാം നമ്മുടെ സോഷ്യൽ പ്രൊജക്റ്റുകളും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്രൊജക്റ്റുകൾ, ഏത് പ്രൊജക്റ്റുകൾ എടുത്താലും ആ പ്രൊജക്റ്റിൻ്റെ സ്വഭാവവും നേച്ചറും അനുസരിച്ച്, പബ്ലിക് പ്രൊജക്റ്റാണെങ്കിൽ അതനുസരിച്ച് കോസ്റ്റ് കുറഞ്ഞിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രൊജക്റ്റുകളും സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ എന്തായിരിക്കും, ഈ ഫാക്ടേഴ്സുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. The feasibility study considers alternative course of action during the production process. The substitute available to the input is varying technology. അതായത് എന്ത് ചെയ്യും, നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡി സെലക്ട് ചെയ്യുമ്പോൾ പല ഓൾട്ടർനേറ്റീവ് കോഴ്സ് എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. അതിൽ നിന്ന് ഏറ്റവും ബെറ്റർ വണ്ണിനെ സെലക്ട് ചെയ്യും.
After a careful evaluation, the entrepreneur will have to select the most appropriate thing for the project. അതായത് ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓൾട്ടർനേറ്റീവിനെ സെലക്ട് ചെയ്യുന്നു. ഫീസിബിലിറ്റി സ്റ്റഡി പ്രോസസ് ഓഫ് സ്റ്റഡി എന്നാണ് കവർ ഓൾ ദി ആസ്പെക്ട് ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് പ്രൊജക്ട് സെറ്റ് ആസ് പോസിബിൾ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ഫോർ എ പ്രൊഡക്ഷൻ പ്രോഗ്രാം, ലൊക്കേഷൻ ഓഫ് ദി എൻ്റർപ്രൈസ്, ടെക്നോളജി ടു ബി അഡാപ്റ്റഡ്, ഓർഗനൈസേഷൻ സെറ്റപ്പ് എക്സെട്ര. ആ ഫീസിബിലിറ്റി സ്റ്റഡി പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റുകളെ അനലൈസ് ചെയ്യുന്നു. അതായത് പ്രോജക്റ്റ് പോസിബിലിറ്റി അനാലിസിസ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പ്രോഗ്രാമുകൾ, ലൊക്കേഷൻ ഓഫ് എൻ്റർപ്രൈസിൻ്റെ ലൊക്കേഷൻസുകൾ, ടെക്നോളജി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, അനലൈസ് നടത്തുന്നു. The feasibility study is to design this optimization process, justify assumptions made on solution selected, the defined scope of the project as to integration of the selected partial alternatives. If the project is not a viable decide to alternative receive, it should be stated justified is to mainly there may be same coverage for most feasibility study, but there are a considerable difference or orientations emphasized based on factors like nature of the industry, magnitude, then complexity, production, etc. So നമുക്കറിയാം ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡ് സെൻസ് ഓഫ് സ്റ്റഡിയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ പല അസംഷൻസുകളും സൊല്യൂഷനും പല പ്രൊജക്റ്റുകൾക്കും കാണും. എല്ലാ പ്രൊജക്റ്റുകളും ഒരുപോലെയല്ല. അതുപോലെ തന്നെ എല്ലാ കമ്പനികളുടെ സാഹചര്യവും ഫിനാൻസും ഇൻപുട്ടുകളും വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഏറ്റവും വയബിളായിട്ടുള്ള, ഏറ്റവും പോസിബിളായിട്ടുള്ള, ഏറ്റവും ആധികാരികമായിട്ടുള്ള പ്രൊജക്റ്റുകൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫീസിബിലിറ്റി സ്റ്റഡി, പ്രീ ഫീസിബിലിറ്റി. ഫീസിബിലിറ്റി സ്റ്റഡി എന്താണ്, പ്രീ ഫീസിബിലിറ്റി എന്താണെന്നൊക്കെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നതാണ്. നന്നായിട്ട് വായിച്ചു നോക്കുക.